ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെ ചങ്ങന്മാരെല്ലാവരും വിശേഷങ്ങളും വർത്തമാനങ്ങളും? ബഷീറാണ്, റിച്ചസ് കിച്ചണിൽ നിന്ന്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു എഗ്ഗ് സുഡാനി മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതവിടെ ഒരു 9 മുട്ട എടുത്തിട്ടുണ്ട്, എഗ്ഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാൻ എണ്ണ വേണം, പിന്നെ ഇതാ ബട്ടർ സ്കോച്ച് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ടൊമാറ്റോ, പ്യാച്ച്, വലിയ ജീരകം, സുഡാനി ഫൂള്, സുഡാനി കടല, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പിന്നെ ഇതാ ഡ്രൈ ഗരം മസാല, പിന്നെ മസാലപ്പൊടികൾ, സുഡാനി മസാല, പെപ്പർ, ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ എഗ്ഗ് ഒന്ന് ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കടായിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്യാം. അപ്പോൾ മസാല ഉണ്ടാക്കാനുള്ള കടായി ഇതവിടെ അടുപ്പത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് തീ കൊടുത്ത് ചൂടാക്കാം. ഇപ്പോൾ നമ്മളിതാ കടായിൽ എണ്ണ ഒഴിച്ച് കടായി ചൂടായി വരുന്നുണ്ട്. പിന്നെ എഗ്ഗ് ഇതാ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കടായി എണ്ണ ചൂടായിട്ടുണ്ട്. ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാല ഇതാ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളി ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളി നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ ഉള്ളി പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഉള്ളി ഇതാ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പം നമ്മളെ ഇഞ്ചി, പച്ചമുളക്, ആ ചതച്ച മല്ലിയില ഇതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് നമ്മളെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് ഞാൻ അത് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് വെച്ച് ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് ഈ ടൊമാറ്റോ ഒന്ന് ഇതിൽ കിടന്ന് ഒന്ന് കുക്കായി വരട്ടെ. ഇത് കണ്ടാൽ നമ്മൾ തക്കാളിയൊക്കെ അതാ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 ടേബിൾ സ്പൂൺ കച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച മസാലപ്പൊടികൾ, അതിന് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. നല്ലൊരു സ്മെല്ല് വരട്ടെ. ഇപ്പം നമ്മളെ മസാല എല്ലാം നല്ലോണം ഫ്രൈ ആയി നല്ല വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് എടുത്തു വെച്ച ക്യാപ്സിക്കവും ബട്ടർ സ്കോച്ചും ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ആക്കി ഇങ്ങോട്ട് എടുക്കാം. മിക്സ് ആക്കി എടുത്തെങ്ങാൻ ചെറിയ തീയിലിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കാം. അല്പം വെള്ളം ഒഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളെ മറ്റേ കടല, സുഡാനി കടല അഥവാ ഫുൾ സുഡാനി എന്നൊക്കെ പറയും. നമുക്ക് ഇതെന്ത് ചെയ്യുക, ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. അതൊന്നിൻ്റെ പേസ്റ്റ് ആക്കി എടുക്കുക. അല്പം ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തെങ്ങാൻ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ കണ്ടതാ ഞാൻ അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മളെ മറ്റേ ബട്ടർ സ്കോച്ചും ക്യാപ്സിക്കും എല്ലാം കൂടി ഇട്ടുങ്ങാൻ ചെറിയ തീയാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 1/4 മണിക്കൂർ ഇതിൻ്റെ ഡക്കനടിച്ചുങ്ങാൻ ഇതൊന്ന് ചെറുതായി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അന്നപ്പോഴത്തേക്കും നമ്മളെ മുട്ട അവിടെ എഗ്ഗ് അവിടെ ബോയിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കടലൊന്ന് അരച്ച് വരികയും ചെയ്യാം. ഇപ്പോൾ കണ്ടോ നമ്മളെ എഗ്ഗ് സുഡാനി മസാല ഉണ്ടാക്കുന്നതിനുള്ള മസാല റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ നമ്മൾ ഇതിലിട്ട ബട്ടർ സ്കോച്ചും മറ്റേ ക്യാപ്സിക്കും ഒക്കെ കുക്കായിട്ടുണ്ട്. ഇനി അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ നമ്മൾ അരച്ച് വെച്ചത് കടല ഗരം മസാലയും ഇപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് ഒരു നുള്ള് ഗരം മസാലയുടെ പൊടിയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പം നമുക്ക് ഈ കടല ഫുൾ സുഡാനി എന്ന് പറഞ്ഞ അതിൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതും ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് ഇതൊന്ന് മിക്സ് ആക്കാം ഇതിൽ. അപ്പോൾ നമ്മളെ എഗ്ഗ് സുഡാനി മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിൽ നല്ലോണം മിക്സ് ചെയ്ത് ഞാൻ അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കണം. ഒരു 10 മിനിറ്റ് വരെ അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പോൾ കണ്ടോ നമ്മുടെ മസാലേൻ്റെ കളറൊക്കെ മാറി ഞാൻ കടല അരച്ചതൊക്കെ അതിൽ ചേർത്ത് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്ത് അത്യാവശ്യം നല്ല തിക്കിലുള്ള മസാലയാണ് കണ്ടതാ. നമ്മൾ ബട്ടർ സ്കോച്ച് നല്ല ഒരു ടേസ്റ്റി കറിയാണ്. ടേസ്റ്റി മസാലയാണ്. സുഡാനിയിലെ ഒരു ഫേവറേറ്റ് ഡിഷ് അത്. അപ്പോൾ നമ്മൾ എഗ്ഗ് ഞാനിവിടെ കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തണുത്തിട്ട് നമുക്ക് ഇതിൻ്റെ തോല് കളഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ചെറിയ തീ കിടന്നിട്ട് നമ്മൾ കടലൊന്ന് കുക്കായി വരും.
അപ്പം നമ്മൾ ഉണ്ടാക്കി നമ്മളെ എഗ്ഗ് സുഡാനി മസാല അതാ അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട്. മസാലക്കറി ഇതാണ്ടതാ ഈ ബട്ടർ സ്കോച്ചും മറ്റേ ക്യാപ്സിക്കോ ഒക്കെ കുക്കായി നല്ലോണം അടിപൊളി ടേസ്റ്റിലുള്ള കറി റെഡി ആയിട്ടുണ്ട്. എഗ്ഗ് ഇതാ ഞാൻ കുക്ക് ചെയ്ത് ബോയിൽ ചെയ്തെടുത്ത് അതിൻ്റെ തോലൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞ് ക്ലീൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ എഗ്ഗ് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ഈ എഗ്ഗ് മസാലകൾക്ക് എഗ്ഗ് സുഡാനി മസാലകൾക്കുള്ള എഗ്ഗ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എഗ്ഗും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. 2 മിനിറ്റ് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചിട്ടാണെങ്കിൽ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തീ ഓഫാക്കി. ഇപ്പോൾ 2 മിനിറ്റ് നമുക്ക് ഇതൊന്ന് തിളക്കട്ടെ. അപ്പം നമ്മൾ എഗ്ഗ് സുഡാനി മസാലക്കറി ഇതാ കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല തിക്കുള്ള ഗ്രേവിയുള്ള മസാലക്കറി, നല്ല ടേസ്റ്റ്, അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. അതിന് കൂടെ കഴിക്കാൻ ഇതാ ചപ്പാത്തിയും, നല്ല ആശീർവാദ് ആട്ടൻ്റെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കുണ്ടല്ലോ വീട്ടിൽ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ, ഒരു ഗസ്റ്റൊക്കെ വന്നിട്ടാണെങ്കിൽ കോയമ്പുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി മസാലക്കറിയാണ്. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. എല്ലാവരും ഒന്ന് കണ്ടിങ്ങനെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വരാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. പുതിയൊരു റെസിപ്പി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു, ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.